നമ്മൾ കേരളം ആഗ്രഹിച്ച ഒരു വലിയ പ്രോജക്റ്റിൻ്റെ നടത്തിപ്പിലേക്ക് നമ്മൾ എത്താൻ പോകുന്നു. ഈ 18-19 തീയതികളായിട്ട് 27 യൂറോപ്യൻ രാജ്യങ്ങളും കൂടാതെ നോർവേ അടക്കമുള്ള മറ്റു 2 രാജ്യങ്ങളും ചേർന്ന് 29 രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത്. അതിലേതാണ്ട് 20ഓളം രാജ്യങ്ങളുടെ പ്രതിനിധികൾ അംബാസഡർമാർ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്, എത്തപ്പെടുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. മുഴുവൻ രാജ്യങ്ങളുടെയും അംബാസഡർമാരും പ്രതിനിധികളെ പങ്കെടുപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കൂടാതെ വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെയും കേരളത്തിലെയും കുറച്ച് ഇൻവെസ്റ്റേഴ്സ്, പിന്നെ ഉദ്യോഗസ്ഥ മേഖലയിലുള്ള പ്രധാനപ്പെട്ട ആളുകൾ, ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രമുഖരായ ഫിഷറീസ് സെക്ടറുമായി ബന്ധപ്പെട്ട ആളുകൾ, കേരളത്തിലെ 10 പ്രധാനപ്പെട്ട വകുപ്പുകൾ, അവർ സഹകരിക്കുമെന്ന് പറയുന്ന 10 വകുപ്പുകളുടെ സെക്രട്ടറിമാരും മന്ത്രിമാരും അടക്കമുള്ള ഒരു 500-550 പേരുടെ ഒരു കോൺക്ലേവാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കോവളം ലീല പാലസിലാണ് നടത്തുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ 19 രാവിലെ 9:30 മണിക്ക് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. എന്നാൽ 18 ഉച്ചയ്ക്ക് 2:30 മണി മുതൽ 5:30 മണി വരെയുള്ള സമയത്താണ് പ്രധാനമായും അംബാസഡേഴ്സും ബന്ധപ്പെട്ട ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഔദ്യോഗികമായ ആളുകൾ തമ്മിലുള്ള ചർച്ചകൾ നടക്കുന്നത്. 19 6 വിഷയങ്ങളെ അധികരിച്ചുകൊണ്ടുള്ള ശില്പശാല ഉണ്ടായിരിക്കും. അതിനുശേഷം തീരുമാനങ്ങളിലേക്കും കൺക്ലൂഡിംഗ് സെക്ഷനിലേക്കും പോകും. ഇതാണിപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട മന്ത്രിമാരെയും മറ്റ് ഒഫീഷ്യൽസിനും ക്ഷണിക്കാനായിട്ടാണ് ഞാൻ ഇന്ന് ഡൽഹി വന്നിട്ടുള്ളത്. ഇന്നലെയും ഇന്നുമായി ബന്ധപ്പെട്ടവരെല്ലാം കണ്ട് ക്ഷണിക്കും. എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്താൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ ഭാവി വികസനത്തിന് പര്യാപ്തമായ നിലയിൽ, പ്രത്യേകിച്ച് ഫിഷറീസ് സെക്ടറിൽ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ അതിലേക്ക് എത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ചർച്ചയ്ക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഇതാണ് ഈ യാത്രയുടെ ഉദ്ദേശം. പോലീസ് മർദ്ദന കേസുകൾ ഓരോന്നായി പരാതികൾ അതിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് സർക്കാരിനെ അതിനെ കൈകാര്യം ചെയ്യുക? ശരിയെന്ന കേസുകളിൽ ഈ പോലീസുകാർക്കെതിരെ നടപടി തുടങ്ങിയല്ലോ. ഞങ്ങളുടെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഒരു തെറ്റ് കാണിച്ച ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കേണ്ട ബാധ്യത ഗവൺമെൻറ്റില്ല. നിയമത്തിൻ്റെ വഴിക്ക് പോകും. അത് സംബന്ധിച്ച് പരാതികൾ വന്നിട്ടുണ്ട്. വന്ന പരാതികൾ പരിശോധിച്ച് തെളിവുകളടക്കം ശേഖരിച്ചുകൊണ്ട് നടപടികളിലേക്ക് പോയിട്ടുമുണ്ട്. തുടർന്നും ആ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമില്ല. ആ നടപടിക്രമമാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ആരെയും സംരക്ഷിക്കേണ്ട ബാധ്യത ഗവൺമെൻറ്റില്ല. ഗവൺമെൻറ് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഈ കാര്യം നടത്തുന്നത്. പിന്നെ ഇപ്പോൾ എന്തിനാണ് വലിയ തരത്തിൽ കേരളത്തിലെ ചില പത്രമാധ്യമങ്ങൾ ഊതി പെരുപ്പിക്കുന്നതിൻ്റെ പിന്നാമ്പുറം ഞാനിപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ UDF കാലത്ത് എത്രയോ നിരപരാധികളെ പോലീസ് ലോക്കപ്പിൽ കൊണ്ട് മർദ്ദിച്ചിട്ടുണ്ട്. അതിലൊക്കെ എത്രയോ കുറവായിട്ടുള്ള ഇൻസിഡൻസാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അത് ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പം അന്ന് കാണിക്കാത്തൊരാവേശം ഇപ്പോൾ എന്തിനാ കാണിക്കുന്നത് വെച്ചാൽ, ചിലരെ രക്ഷപ്പെടുത്താൻ വേണ്ടി കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ചയിൽ നിന്ന് പുതിയൊരു ചർച്ചയിലേക്ക് വിഷയങ്ങളെ മാറ്റിയെടുക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമമെന്ന് മാത്രമായിട്ട് നമ്മളിനെ കണ്ടാൽ മതി. ഇതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ഗവൺമെന്റ് ഭാഗത്തുണ്ടാകത്തില്ല. തെറ്റാര് ചെയ്താലും കർശനമായ നടപടിയിലേക്കാണ് അതെ, ആരോപണമൊന്നും എന്നെപ്പറ്റി ആരും പറഞ്ഞിട്ടില്ല. ആരോ ഒരാൾ ഇന്നലെ പറഞ്ഞതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അല്ല, അതെ, സാന്ദ്ര ഞാൻ പറഞ്ഞത് മൊത്തം കേട്ട് കാണത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയില്ല. ഞാൻ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വനിതകൾ നൽകിയ പരാതി അടിസ്ഥാനത്തിൽ ഹേമ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അവർ നൽകിയ നിർദ്ദേശങ്ങളും നിഗമനങ്ങളും സൂക്ഷ്മമായി പരിശോധിച്ചു. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. ഒരു കോൺക്ലേവ് നടത്തി കഴിഞ്ഞു. കേരളത്തിലെ വനിതകൾ മുന്നോട്ട് വെച്ച എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനുള്ള നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. ആ കൂട്ടത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞ ഏറെ കാര്യങ്ങളാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അത് യാതൊരു വസ്തുതയും ഞാൻ കാണുന്നില്ല. അത് അവർ മൊത്തം അല്ല, അത് അവർ വായിച്ചു നോക്കിയിട്ട് എന്തിനുണ്ടെന്ന് പറഞ്ഞാൽ മതി. നിങ്ങളെല്ലാവരും എൻ്റെ ഇൻ്റർവ്യൂ കാണും. കണ്ടതിന് ശേഷം പറയാം. ഫിയോക്കിൻ്റെ ഒരു വിമർശനം കൂടെ ഉണ്ടായിരുന്നു സർക്കാരിനെതിരെ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പോലീസ് വലിയ സേവനം ചെയ്യുന്ന പോലീസാണ്. നമ്മുടെ പോലീസ് ഒത്തിരി കേസുകൾ കണ്ട് കൈകാര്യം ചെയ്ത് പിടിക്കുന്ന പോലീസാണ്. മികച്ച ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് സംവിധാനമാണ്. UDFിൻ്റെ കാലത്ത് ഇല്ലെന്നല്ല, UDFിൻ്റെ കാലത്ത് ഒരുപാട് കേസുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അന്നൊന്നും കാണിക്കാത്തൊരാവേശം ചില മാധ്യമങ്ങൾ ഇപ്പോൾ കാണിക്കുന്നത് ചിലരെ
ക്കെതിരായി വന്നിട്ടുള്ള ചില ആക്ഷേപങ്ങൾ പിന്നെ അതിനൊരു മറയിടാൻ വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞില്ല. അത് ഗൂഢമായ നീക്കമാണെന്നാണ് പറയുന്നത്. അത് ഗൂഢമാണോ അല്ലയോ എന്നറിയില്ല. പക്ഷേ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് തടയിടാൻ മറ്റൊരു അനാവശ്യ ചർച്ച കൊണ്ടിരുന്നു മാത്രം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഏതെങ്കിലും ഒറ്റപ്പെട്ട ഒരു കേസ് അല്ലെ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തെറ്റ് കാണിച്ചാൽ അതിനെ ന്യായീകരിക്കേണ്ടത് ഞങ്ങൾക്കില്ല. അതിൻ്റെ പേർ ഗവൺമെൻറ് പ്രത്യേകിച്ച് പിന്നെ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് നല്ല നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ആ കേസ് ഏതാണോ അത് വന്നോട്ട്, അത് സംബന്ധിച്ച് തെറ്റ് കാണിച്ചിട്ടുണ്ട്, നടപടി ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ ചില ആളുകൾ, എല്ലാവരും ഞാൻ പറയുന്നില്ല, ചില ആളുകൾ ഇതിൽ കാണിക്കുന്ന ആവേശത്തിന് മറ്റ് ചില പരിപ്രേക്ഷ്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞത്.